ഇന്ന് നമുക്ക് നെത്തോലി പീര വറ്റിക്കാം. കാന്താരിമുളകും കുരുമുളക് പൊടിയും വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. ഇങ്ങനെ തയ്യാറാക്കുമ്പം പ്രത്യേക ഒരു രുചിയാണ്. അപ്പോഴും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോഴും വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് 1/2 കിലോ നെത്തോലി കല്ലുപ്പിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ചില സ്ഥലങ്ങളിൽ ചൂടയെന്നും കൊഴുവാന്നൊക്കെ പറയും. ഇനി ഒരു ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കാന്താരിമുളകും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഇത്രയും കൂടെ ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കാം. അപ്പോഴിവിടെ നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടായതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം കുറച്ച് കടുകിട്ട് പൊട്ടിയതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് 2 വറ്റൽമുളകും കൂടി അരിഞ്ഞതിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ചെറുതായിട്ട് കളർ മാറുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഉള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് വഴറ്റി കൊടുക്കാം. തേങ്ങയുടെ കൂടെ ഉള്ളി ചതച്ച് ചേർക്കാതെ ഇങ്ങനെ വഴറ്റി ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് പാകത്തിനുപ്പും 1 സ്പൂണ് കുരുമുളക് പൊടിയും 1/4 സ്പൂണ് ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിലേക്ക് ചതച്ച് വെച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിൻ്റെ അത്രയും പുളിയെടുത്ത് വെള്ളത്തിലിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് മൊത്തത്തിലൊന്ന് ഇളക്കിയൊക്കെ കൊടുത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നെത്തോലി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മൊത്തത്തിൽ ഇളക്കി കൊടുത്തതിന് ശേഷം 10-12 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ 12 മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ നെത്തോലി പീര വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. എന്നാലും ഇത് 2 മിനിറ്റ് ഒന്ന് തുറന്ന് വെച്ചൊന്ന് ഇളക്കി കൊടുക്കണം. എന്നാലേ ആ അടച്ച് വെച്ചതിൻ്റെ ആവിയൊക്കെ വീണിട്ടുള്ള ആ വെള്ളമൊക്കെ മാറി നന്നായി പീരയായിട്ട് വരത്തുള്ളൂ. ഇവിടെ നെത്തോലി പീര വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്. അപ്പോഴെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.